രാജ്യത്ത് മതന്യൂനപക്ഷങ്ങളിൽ സൂക്ഷ്മ ന്യൂനപക്ഷങ്ങളായ ക്രൈസ്തവർ ഉൾപ്പെടെയുള്ള ജനവിഭാഗങ്ങളെ മൈക്രോ മൈനോരിറ്റിയായി ഭരണഘടനാ നിയമ ഭേദഗതി ചെയ്ത് പ്രഖ്യാപിക്കണമെന്ന് സർക്കാരിനോട് ആവശ്യപ്പെട്ട് കത്തോലിക്ക കോൺഗ്രസ് കേന്ദ്ര സമിതി. ഈ ആവശ്യം ഉന്നയിച്ച പ്രധാനമന്ത്രിക്കും കേന്ദ്ര ആഭ്യന്തരമന്ത്രിക്കും ന്യൂനപക്ഷ കാര്യമന്ത്രിക്കും കത്തോലിക്ക കോൺഗ്രസ് നിവേദനം സമർപ്പിച്ചു. സർക്കാർ ഖജനാവിലെ പൊതുപ്പണം ന്യൂനപക്ഷ ക്ഷേമ പദ്ധതികളുടെ പേരിൽ ഒരു വിഭാഗത്തിന് മാത്രമായി ചെലവിടുന്നതിൽ മാറ്റം വരുത്തുവാൻ സർക്കാർ തയ്യാറാകണമെന്നും അഭ്യർത്ഥിച്ചു. ഇന്ത്യയിലെ 6 വിജ്ഞാപിത മതന്യൂനപക്ഷങ്ങളിൽ ക്രിസ്ത്യൻ, സിഖ്, ബുദ്ധർ, ജൈനർ, പാഴ്സി എന്നീ 5 വിഭാഗങ്ങൾ കൂടി 2.5% താഴെ മാത്രമേ ജനസംഖ്യയുള്ളൂ. യഥാർത്ഥത്തിൽ ഇവർക്കാണ് സർക്കാർ സംരക്ഷണവും ക്ഷേമ പദ്ധതികളും നൽകേണ്ടത്. എങ്കിൽ മാത്രമേ ശരിയായ ന്യൂനപക്ഷ സംരക്ഷണം സാധ്യമാകൂ. ന്യൂനപക്ഷം എന്നാൽ 6 ന്യൂനപക്ഷങ്ങളിലെ ഭൂരിപക്ഷമുള്ള ഒരു വിഭാഗം മാത്രമായി ഇന്ന് മാറി. ക്ഷേമ പദ്ധതികൾ ഒന്നടങ്കം ഒരു വിഭാഗത്തിന് മാത്രമായി മാറി. ഇത് ഭരണഘടനാ ലംഘനമാണ്. ന്യൂനപക്ഷ പദ്ധതി എന്നത് അവകാശങ്ങളെക്കാൾ ഉപരി ഭരണഘടനാപരമായ സംരക്ഷണം ആണ് എന്നിരിക്കെ ഈ സംരക്ഷണം അട്ടിമറിക്കപ്പെടുകയാണെന്നും കത്തോലിക്ക കോൺഗ്രസ് കേന്ദ്ര സമിതി പ്രസ്താവനയിൽ ചൂണ്ടിക്കാട്ടി. ന്യൂനപക്ഷ ഭൂരിപക്ഷ വേർതിരിവിന്റെ മാനദണ്ഡം ജനസംഖ്യ ആയതിനാൽ കൂടുതൽ സംരക്ഷണം വേണ്ടത് ജനസംഖ്യ കുറയുന്നവർക്കാണ്. വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന്റെ ഗുണഭോക്താക്കളായ രാഷ്ട്രീയ നേതൃത്വത്തിൽ ഇതിൽ കണ്ണടയ്ക്കുന്നത് പ്രതിഷേധാർഹമാണെന്നും പരാമർശിച്ചു. മുസ്ലിം വിഭാഗത്തിന്റെ പിന്നോക്കാവസ്ഥയെക്കുറിച്ച് പഠിക്കാൻ 2005 UPA സർക്കാർ നിയമിച്ച സച്ചാർ കമ്മിറ്റി കേവലം 5 വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ മാത്രം പഠിച്ചു തയ്യാറാക്കിയ റിപ്പോർട്ട് ഉടനടി നടപ്പാക്കി. അതേസമയം മാറി മാറി വരുന്ന സർക്കാരുകളുടെ ഔദാര്യമാണ് ന്യൂനപക്ഷ പദ്ധതി എന്ന നിലപാട് തിരുത്തപ്പെടണമെന്നും ആവശ്യപ്പെട്ടു. സർക്കാർ ഖജനാവിലെ പൊതുപണം ന്യൂനപക്ഷ ക്ഷേമ പദ്ധതികളുടെ പേരിൽ ഒരു വിഭാഗത്തിന് മാത്രമായി ചിലവിടുന്നത് ഭരണഘടനാ ഉത്തരവാദിത്വം തന്നെ ഇല്ലാതാക്കുന്നതിനാൽ ഇതിന് മാറ്റം വരുത്തുവാൻ സർക്കാർ തയ്യാറാകണമെന്നും കത്തോലിക്ക കോൺഗ്രസ് കേന്ദ്ര സമിതി അഭ്യർത്ഥിച്ചു. ഷെഗിന ന്യൂസ്, കൊച്ചി.